ഹായ് ഹലോ, നമുക്കിന്ന് സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലത്തോരൻ വെക്കാവേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേദിവസം തന്നെ കടല വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ആ കടല ഒന്നുകൂടി നമ്മൾ വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു കുക്കറിൽ കടലയും അല്പം മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ വേവിക്കാൻ വെച്ചേ. അത് വേകുന്ന സമയത്തിന് അതിന് വേണ്ട പച്ചമുളക് നമുക്ക് പറിച്ചെടുക്കാമേ. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയും സവോളയുമാണ്. എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിൽ കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കിന് വറ്റൽമുളകും വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. ഒരു പച്ചമണം മാറിയാൽ മാത്രം മതി, അല്ലാതെ ക്രിസ്പി ആക്കുകയൊന്നും വേണ്ട. അത് കഴിഞ്ഞ് നമ്മുടെ സവാളയും കൂടി അതിനകത്തിലേക്കിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ, തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട്. അതിനുശേഷം നമ്മുടെ വെന്ത കടലയെല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി അല്പം പെരിഞ്ചീരകവും കുരുമുളകും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ കടലത്തോരൻ റെഡിയായി.